ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലെ തന്നെ ഏറ്റവും മെയിൻ വിഭാഗമായിട്ടുള്ള സിവിൽ സർവീസിൽ വരുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSCയുടെ കീഴിൽ വരുന്ന മെയിൻ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ UPSC CDS 2025 എക്സാമിനേഷൻ ആണെന്ന് പറയുന്നത്. അപ്പം UPSCയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് എക്സാമിനേഷനാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് CDSഉം ഒന്ന് അതുപോലെ NDAയും. അപ്പോൾ ഈ രണ്ട് എക്സാമിനേഷനും ഇപ്പോൾ റിലവൻ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. 2025-26 ടൈമിലേക്ക് സെലക്ഷൻ വരുന്ന രീതിയിലാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യുക. എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ച് ഈ ഒരു എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC, നമ്മുടെ സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്ന UPSCയുടെ കീഴിൽ വരുന്ന എന്താണ് വരുന്നത്, ഇപ്പോൾ CDSന്റെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസിലേക്കാണ് നിങ്ങൾക്ക് എൻട്രി വിളിച്ചിരിക്കുന്നത്. അതും CDSന്റെ ഫസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമുക്കറിയാം ഇയർലി ട്വൈസ് ആണ് ഏതൊക്കെ വിളിക്കുന്നത്, CDSഉം NDAയും വിളിക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ഡിഫൻസ് എന്ന രീതിയിലേക്ക് നമ്മുടെ ഡിഫൻസ് അക്കാഡമി ആംഡ് ഫോഴ്സിലേക്കുള്ള എന്താണ് എൻട്രി സ്കീമായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. CDS ഫസ്റ്റ് ആണ് ഇപ്പോൾ 2025 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വിളിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഒന്ന് എന്ത് ചെയ്യും, ഏകദേശം സെപ്റ്റംബർ ഒക്കെ കഴിയുമ്പോൾ അടുത്തതും എന്ത് ചെയ്യും, അവർ റിലീസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ഏറ്റവും പെട്ടെന്നായിട്ട് പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് ഏതെന്ന് പറയുന്നത് CDS 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ CDS എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് ആണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആണ്. ഇസ് ദ ഗേറ്റ് വേ ഫോർ ദ ഓഫീസർ ജോബ്സ് ആണ് കേട്ടോ. ഓഫീസർ ജോബ്സ് ആണ്. പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് എന്തിനൊക്കെയാണ് ഈ CDSന്റെ എൻട്രി വരുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ UPSC മെയിനായിട്ട് സിവിൽ സർവീസ് പ്ലസ് എന്താണ് ഇങ്ങനത്തെ എൻട്രി സ്കീംസുകളാണ് ഒരുക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസർ ജോബ് ഇൻ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് IMA, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ. അതുപോലെ നമുക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, നമ്മുടെ OTA എന്ന് പറയുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ അക്കാഡമിയിലേക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി. നമ്മുടെ മെയിൻ 3 എന്താണ് ഫോഴ്സസ് ആണ്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ എയർഫോഴ്സ്, നേവൽ ഫോഴ്സ്, അതുപോലെ തന്നെ മിലിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള അക്കാഡമിയിലേക്കുള്ള സെലക്ഷൻ പ്ലസ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്കുള്ള സെലക്ഷനാണ് ഈ പറയുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ വഴി എന്ത് ചെയ്യുന്നത്, അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും CDS ഫസ്റ്റിലേക്ക് അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളുടെ എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കുക. 457 വേക്കൻസീസ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴത് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ 457 വേക്കൻസീസ് ഉണ്ട്. UPSC CDS എക്സാം എഴുതുന്നവരെല്ലാം ഈ 457 പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത്ര ഡിവിഷനിലേക്കാണ് അവർ എൻട്രി വിളിച്ചിട്ടുള്ളത്. മിലിറ്ററി അക്കാഡമിയാണ് ഫസ്റ്റ്. അവിടത്തേക്ക് 100 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അത് എവിടെയാണ്, ഡെറാഡൂണിലാണ് നമ്മുടെ മിലിറ്ററി അക്കാഡമി വരുന്നത് കേട്ടോ. നമ്മുടെ മിലിറ്ററി അക്കാഡമി വരുന്നത് ഡെറാഡൂണിലാണ്. 100 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ ഏഴിമല, നമ്മുടെ കേരളയിൽ തന്നെയാണ്. ഏഴിമലയിലാണ് നേവൽ അക്കാഡമി വരുന്നത്. അവിടെ 32 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടെൻഡേറ്റീവ് ആണ്, കൂടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. എയർഫോഴ്സ് അക്കാഡമി നമ്മുടെ ഹൈദരാബാദിലാണ് വരുന്നത്. അവിടെ എന്താണ് 32 വേക്കൻസിയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3 ഫോഴ്സിലേക്കും സെലക്ട് ചെയ്യുന്ന ആരെ തന്നെയാണ്, ഓഫീസർ റാങ്കിൽ സെലക്ട് ചെയ്യുന്നത് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെ തന്നെയായിരിക്കും കേട്ടോ. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ്. അതേസമയം നമ്മുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, മദ്രാസിലേക്ക് 275 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ 18 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ OTA എന്ന് പറയുന്നതിൽ മാത്രം ആർക്ക് അപ്ലൈ ചെയ്യാം, അൺമാരീഡ് ആയിട്ടുള്ള എന്തൊക്കെ നമ്മുടെ ഫീമെയിൽ ആൻഡ് മെയിൽ കാറ്റഗറിക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫീമെയിൽ ആൻഡ് മെയിൽ കാറ്റഗറിക്ക്. അപ്പോൾ ഇത്രയും വേക്കൻസി തന്നിട്ടുണ്ടെങ്കിലും അതിൽ ആർക്കും ഉണ്ട്, നിങ്ങൾ ഫീമെയിൽസിനും ഇൻക്ലൂഡഡ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, വേക്കൻസി ഇട്ടിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ 3 ഫോഴ്സിലേക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം. അതേസമയം ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആർക്കും കൂടെ ഉണ്ട്, നമ്മുടെ ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് നമ്മുടെ സെലക്ഷൻസ് ക്രൈറ്റീരിയ എന്താണെന്നാണ് നോക്കേണ്ടത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഓഫീസർ റാങ്കിങ്ങിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ആവണം. നമ്മൾ റിട്ടൺ OMR ഷീറ്റിൽ എഴുതുന്ന റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആവണം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ വലിയൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ SSB നടത്തുന്ന ഇൻ്റർവ്യൂ സെലക്ഷനാണ്.
സെലക്ഷൻ ബോർഡ് നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് പോലെയുള്ള സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂ ടെസ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ 5 days ടെസ്റ്റ് ആണ്. ഇതാണ് കുറച്ച് ക്രൂഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ 5 days ഇതിന്റെ ടെസ്റ്റിന് വേണ്ടിയായിട്ട് അവർ വിളിക്കുന്ന സെന്ററിലേക്ക് പോവേണ്ടി വരും. ഈ സെലക്ട് ആയിട്ടുള്ള എല്ലാവരും അവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ഇന്റർവ്യൂ പാസ് ആവേണ്ടി വരും. 5 ദിവസം വെറൈറ്റി ആയിട്ടുള്ള 5 ടെസ്റ്റുകളാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. മെമ്മറി ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് ടെസ്റ്റ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ കാപ്പബിലിറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ SSBയുടെ ഇന്റർവ്യൂ പ്രൊസീജിയർ ഉണ്ട്. റിട്ടേൺ ക്വാളിഫൈ ആവുക, SSB ഇന്റർവ്യൂ കഴിയുക, അത് കഴിഞ്ഞ് ഡയറക്റ്റ് എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് മെഡിക്കൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? CDSൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ആപ്ലിക്കബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയുക. നമ്മുടെ IMA, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലും അതുപോലെ തന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്കും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? ഡിഗ്രി വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിഫറൻസ് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വെക്കാം? IMA ആൻഡ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി വെക്കാമെന്നാണ് പറയുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തായാലും അവർ ഓക്കെ എന്നാണ് പറയുന്നത്. അതേസമയം ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വേണം. നിങ്ങൾക്ക് എന്തിൽ വേണം? എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടാവണം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് നേവൽ അക്കാഡമിയിലേക്ക് എൻട്രി ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി എന്ന് പറയുന്നത്, എയർഫോഴ്സ് അക്കാഡമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് എന്താണ്? ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങൾ 10+2 ലെവലിൽ നിങ്ങൾ പഠിച്ചവരായിരിക്കണം. ഒന്നേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ആ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? 10+2 ടൈമിൽ എന്തായിരിക്കണം? നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്തായിരിക്കണം? ഫിസിക്സും മാത്സും ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. +2ൽ നിങ്ങൾ ഫിസിക്സ് അല്ലെങ്കിൽ പറയുന്ന ബയോളജി സയൻസ് എടുത്തവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുതൽ ചോയ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാം, നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ അതും എന്താണ്? ആപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. എയർഫോഴ്സ് അക്കാഡമി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗും വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, അതാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. നോർമൽ ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും ഇന്ത്യൻ മിലിറ്ററിയിലേക്കും ഓഫീസേഴ്സ് ട്രെയിനിങ്ങിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ IMAയും INAയും ആർക്കൊക്കെ വേണ്ടിയാണ് എലിജിബിൾ? ഏജ് ലിമിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഏജിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചാണെങ്കിൽ എന്താണെന്ന് നോക്കാം. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും നേവൽ അക്കാഡമിയിലേക്കും അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ്, ഞാൻ പറഞ്ഞു നമ്മുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ മാത്രമേ ഫീമെയിൽസിന് ചാൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം മെയിൽസിനാണ്. അത് അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ബോൺ നോട്ട് ഇയർലിയർ ദാൻ 2nd January 2002. അപ്പോൾ ഏജ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 2nd January 2002-നും അതുപോലെ തന്നെ 1st January 2007-നും ഇടയിലാണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വരുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അൺമാരീഡ് മെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഏജ് എത്രയായിരിക്കണം? 20 to 24 ഇയേഴ്സ് ആയിരിക്കണം. നിങ്ങൾക്ക് എത്രയായിരിക്കണം? 20 to 24 ഇയേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ 1st January 2026-നും ഓക്കെ, നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് January 1, 2026 നിങ്ങളുടെ ഏജ് കാറ്റഗറിയാണ് ഈ പറയുന്നത് കേട്ടോ. ഈ ഒരു ഏജ് കാറ്റഗറി നിങ്ങൾക്ക് എന്നായിരിക്കണം? 1st January 2026 വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. 2026-ലാണ് നിങ്ങളുടെ ജോയിനിങ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചായിരിക്കും അവരെന്ത് പറയുന്നത്? ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ 20 to 24 ഇയേഴ്സ് എന്നായിരിക്കണം? 1st January 2026 ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. 2025 അല്ല, 2026 ആണ്. അതെന്ന് പറഞ്ഞാൽ 2nd January 2002-നും 1st January 2006-നും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എയർഫോഴ്സ് അക്കാഡമിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന അൺമാരീഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രെയിനിങ് പീരീഡിലൊന്നും മാരി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതേസമയം എയർഫോഴ്സ് അക്കാഡമിയിലാണെങ്കിൽ നിങ്ങൾക്ക് 20 to 24 എന്ന് പറയുന്നെങ്കിലും ഈ 25, 26 ഇയേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്ലൈയിങ് കാറ്റഗറിയിൽ, എയർഫോഴ്സിൽ തന്നെ ഫ്ലൈയിങ് കാറ്റഗറിയിൽ അതിൻ്റെ ലൈസൻസ്, പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളിപ്പോൾ മാരീഡ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷൻ ഇതിൽ പറയുന്നുണ്ട്. എയർഫോഴ്സ് അക്കാഡമിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൽ ചെക്ക് ചെയ്യുക. അതായത് 20 to 24 എന്ന് പറയുന്നത് അൺമാരീഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഇതാണ്. അതേസമയം എയർഫോഴ്സിൽ മാത്രമാണ് കേട്ടോ. എയർഫോഴ്സിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 26 ഇയേഴ്സ് ആയാലും നിങ്ങൾ മാരീഡ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കണ്ടീഷൻ ഇതിന് മാത്രം എടുത്ത് പറയുന്നുണ്ട്. അല്ലാത്തവർക്കൊക്കെ ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണെങ്കിൽ SSC കോഴ്സ് ഫോർ മെൻ ആണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ മെൻ കാറ്റഗറിക്ക് ആണെങ്കിൽ അൺമാരീഡ്
മെയിൽ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഇയർലിയർ ദാൻ 2nd January 2001 അതുപോലെ തന്നെ 1st January 2007 ഇടയ്ക്കായിരിക്കണം നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് ഏജ് കാറ്റഗറൈസേഷൻ വരേണ്ടത്. ഇനി അടുത്ത് വിമൺ കാറ്റഗറിക്ക് ആണെങ്കിൽ വിമൺസിനാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഇതുപോലെ തന്നെ 2nd January 2001 അതുപോലെ 1st January 2007 കാരണം രണ്ടും എന്താണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട് ഫീമെയിലിനും ഉള്ളത് കൊണ്ടാണ് അത് എടുത്തെടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അതിൽ പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. ഇനി ഫീസിൻ്റെ കാര്യം കൂടെ നോക്കിക്കോളുക. കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റിംഗ് ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സ് അതായത് കാൻഡിഡേറ്റ്സ് നോർമൽ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 200 രൂപയും നോർമൽ കാൻഡിഡേറ്റ്സ് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിനൊക്കെ 200 രൂപയും അതുപോലെ തന്നെ ഫീമെയിൽസ് അല്ലെങ്കിൽ SC ST ആണെങ്കിൽ ഇവർക്ക് എത്രയാണ് 0 നില്ലാണ്. നിങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാറ്റഗറൈസേഷൻ വരുന്നത്? നമ്മൾ പറഞ്ഞു റിട്ടേൺ എക്സാമിനേഷൻ ആണ് ആദ്യം നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പം ഇന്ത്യൻ IMAയിലോ INAയിലോ അല്ലെങ്കിൽ എയർഫോഴ്സ് അക്കാഡമിയിലോ ആണ്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അതിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട്സ് വരുന്നത് ഒന്ന് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്സ്, അത് കഴിഞ്ഞ് നമ്മുടെ ഇൻ്റർവ്യൂ അതൊക്കെ. അല്ലാതെ 3 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, GK അതുപോലെ തന്നെ മാത്സ്. 2 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് മൊത്തം 6 മണിക്കൂർ ടൈം നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട്. എത്ര ക്വസ്റ്റ്യൻ ആണ്? ഓരോന്നിന്നും 100 ക്വസ്റ്റ്യൻ വീതം. ഓക്കെ, എത്ര മാർക്കാണ്? അപ്പോൾ ഇവിടെ തന്നെ 300 മാർക്സ് ആവുകയാണ്. നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് 300 മാർക്സ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും 300 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ നല്ലൊരു ആവറേജ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇൻ്റർവ്യൂയിലേക്ക് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ്, GK, മാത്സ് അത്യാവശ്യം ബേസ് ലെവലായിരിക്കും. അതായത് നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് മെയിനായിട്ട് ഏതിൽ പറയുന്നത്? ഇതിൻ്റെ കാര്യത്തിൽ പറയുന്നത്. നമ്മുടെ NDA ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷനും CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് വരുന്നത് എന്താണ്? ഈ പറയുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷനുമാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലാണെങ്കിലും സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ്. ഇംഗ്ലീഷും GKയും പറയുന്നുണ്ട്. പിന്നെ മാത്സ് പറയുന്നില്ല. മാത്സ് അവോയ്ഡബിൾ ആക്കിയിട്ട് 200 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ടെസ്റ്റ് നടത്തുന്നത് 200 മാർക്കിന്. ഓക്കെ, 2 മണിക്കൂർ വീതമാണ് നിങ്ങളുടെ എക്സാംസ് നടക്കുന്നത്. മൊത്തം 4 മണിക്കൂർ 200 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് SSB ഇൻ്റർവ്യൂ കണ്ടല്ലോ, 5 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്. 2ലും 5 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്. 300 മാർക്സിനാണ് അത് നടത്തുന്നത്. ഓരോ മാർക്കും ഇങ്ങനെ ഓരോ സെക്ഷൻ അനുസരിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? upsc.gov.in എന്ന് പറയുന്ന upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്, CDSഉം ഉണ്ട്, NDAയും ഉണ്ട്. അപ്പോൾ 2 ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. CDSന് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും? അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. 200 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണ് അല്ലെങ്കിൽ UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ചാൻസ് ആയിട്ട് കണ്ട് ഇത് യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ SSCക്കും RRBക്കും ഒക്കെ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഇത് വലിയൊരു പൊസിഷനിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. സാലറി ആയാലും എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർ അത് എന്ത് ചെയ്യുക? അപ്പോൾ ഒരു ചാൻസ് യൂസ് ചെയ്യുക. കാരണം ഇപ്പം CDS ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു എങ്ങനെയാണ് എക്സാം നടത്തുന്നതെന്ന് മനസ്സിലാക്കാനെങ്കിലും അപ്ലൈ ചെയ്യുക. കാരണം ഇനി CDS 2 ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത വർഷം എപ്പോഴെങ്കിലും വരും. അപ്പം അങ്ങനെ പറ്റുന്നവരാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ PDF അവൈലബിൾ ആക്കാം. അതിൽ കയറി ഒന്ന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.